22,000 കോടി രൂപയുടെ വായ്പാ ഗ്യാരണ്ടി. വ്യക്തിപരമായ പാപ്പരാത്ത കേസ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകളിൽ തെറ്റായ വിവരങ്ങളുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് SL ഗ്രൂപ്പ് സ്ഥാപകൻ ഡോക്ടർ സുഭാഷ് ചന്ദ്ര. NCLTയിലെ ലോൺ സെറ്റിൽമെന്റ് നടപടികളുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ യഥാർത്ഥ വസ്തുതകൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് ഡോക്ടർ സുഭാഷ് ചന്ദ്ര മാധ്യമങ്ങളോട് അഭ്യർത്ഥിച്ചു. താൻ ഒരു വായ്പാദാതാവിൽ നിന്നും ഒരു രൂപ പോലും വ്യക്തിപരമായി വായ്പ എടുത്തിട്ടില്ലെന്നും കമ്പനികളുടെ വായ്പകൾക്ക് പേഴ്സണൽ ഗ്യാരണ്ടി മാത്രമാണ് നൽകിയതെന്നും സുഭാഷ് ചന്ദ്ര വ്യക്തമാക്കുകയുണ്ടായി. തന്നെ 22,000 കോടി രൂപയുടെ വ്യക്തിപരമായ ബാധ്യതയുള്ളതുമായി ബന്ധപ്പെടുത്തി വരുന്ന വാർത്തകളും തെറ്റായ വ്യാഖ്യാനമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. തിരിച്ചടവ് പദ്ധതിയെ എതിർക്കുന്ന വായ്പാദാതാക്കളുടെ അവകാശവാദം 3,992 കോടി രൂപ മാത്രമാണ്. ഇതിൽ 620 കോടി രൂപയുടെ ക്ലെയിം ഇതിനകം സെറ്റിൽ ചെയ്തതായും ബാക്കിയുള്ള തുക വായ്പാദാതാക്കൾക്ക് കൂടുതൽ തുക തീർപ്പാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായും പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. അതേസമയം പേഴ്സണൽ ഗ്യാരണ്ടി നൽകിയ കമ്പനികൾക്ക് 2019 ജനുവരി 24 വരെ ഏകദേശം 45,000 കോടി രൂപയുടെ കുടിശ്ശികയുണ്ടായിരുന്നു. ഇതിൽ ഇതിനോടകം ഏകദേശം 43,000 കോടി രൂപ തിരിച്ചടച്ചതായും സുഭാഷ് ചന്ദ്ര വ്യക്തമാക്കുന്നു. തന്റെ ആസ്തി മൂല്യവുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളിലും തെറ്റായ വിവരങ്ങളുണ്ടെന്ന് സുഭാഷ് ചന്ദ്ര ആരോപിച്ചു. 2016 പാർലമെന്റിൽ സമർപ്പിച്ച വിവരമനുസരിച്ച് തന്റെ ആസ്തി മൂല്യം 39.08 കോടി രൂപയായിരുന്നുവെന്നും 2017 ഇത് 45,888 കോടി രൂപയായിരുന്നുവെന്ന വാദം തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. SL ഗ്രൂപ്പിലെ കമ്പനികളുടെ മൊത്തം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ തന്റെ വ്യക്തിപരമായ ആസ്തി മൂല്യമായി കണക്കാക്കിയതാണ് ഈ ആശയക്കുഴപ്പത്തിന് കാരണമെന്നാണ് വിശദീകരണം. NCLTയിലെ നടപടി ഇപ്പോഴും സാങ്കേതികമായി പൂർത്തിയായിട്ടില്ലെന്നും അന്തിമ ഉത്തരവ് വരുന്നതിന് മുൻപ് വിഷയത്തെക്കുറിച്ച് സമഗ്രമായി വസ്തുതകൾ പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നും ഡോക്ടർ സുഭാഷ് ചന്ദ്ര അഭ്യർത്ഥിച്ചു. വ്യക്തിപരമായ വായ്പയല്ല, കമ്പനികളുടെ വായ്പകൾക്ക് നൽകിയ വ്യക്തിഗത ഗ്യാരണ്ടി മാത്രം. 22,000 കോടി രൂപയുടെ ബാധ്യതയെന്ന വാർത്തകളിൽ വ്യക്തത വരുത്തുകയാണ് NCLT കേസിൽ സുഭാഷ് ചന്ദ്ര. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.